മീഡിയ നെറ്റിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും കാഴ്ചപ്പാടിലേക്ക് സ്വാഗതം. ദേവികുളത്തിൻ്റെ മുൻ MLA എസ് രാജേന്ദ്രൻ BJPയിലേക്ക് ചേക്കേറിയിരിക്കുന്നു. എന്തായിരിക്കും ഇതിൻ്റെ പിന്നിലെ കാരണങ്ങൾ? ഇന്ന് CPMൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ KV ശശിയുമായി ചർച്ച. ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്കെത്തിയിരിക്കുന്നത് സഖാവ് KV ശശി അവர்களാണ്. അദ്ദേഹം പ്രാഥമിക ബാങ്കുകളുടെ, സഹകരണ ബാങ്കുകളുടെ ഓൾ കേരള അസോസിയേഷൻ പ്രസിഡൻ്റാണ്. കൂടാതെ പ്രധാനമായും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. കൂടാതെ മൂന്നാർ തോട്ടം തൊഴിലാളി മേഖലയിലെ CITU യൂണിയൻ്റെ പ്രസിഡന്റ് കൂടിയാണ്. വേറെയുണ്ട് ഒട്ടേറെ അദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ. എന്നാൽ പോലും സ്വാഗതം സാർ. സാർ, ഇന്ന് പ്രധാനമായിട്ട് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്ന വിഷയം മുൻ MLA ശ്രീ എസ് രാജേന്ദ്രൻ BJPയിലേക്ക് പോയ സംഭവവുമായി ബന്ധപ്പെട്ടാണ്. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പോലുള്ളൊരു പാർട്ടിയിൽ വളരെ കാലം പ്രവർത്തിക്കുകയും 3 വട്ടം MLA ആയിരിക്കുകയും അതിനു മുമ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുകയും ഒക്കെ ചെയ്ത ഒരാൾ. പാർട്ടിയുടെ നെടുംതൂണായിരുന്നു ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മൂന്നാറിൽ. എന്താണ് അദ്ദേഹം ഈ പാർട്ടി വിടാനുള്ളൊരു സാഹചര്യം? രാജേന്ദ്രൻ ഒരു ടൈം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായി, 3 ടൈം MLA ആയി. പാർട്ടി 2 ടൈം മത്സരിച്ച ആളുകൾ ഇനി മത്സരിക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായി 3ാമത്തെ പ്രാവശ്യം രാജേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കുന്നത് സംസ്ഥാന കമ്മിറ്റിയുടെ സ്പെഷ്യൽ അനുമതിയോട് കൂടിയാണ്. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ 3 ടൈം മത്സരിച്ച ആൾ മാറി നിൽക്കട്ടെ, പുതിയൊരാൾ വരട്ടെ എന്ന ഒരു തീരുമാനം പാർട്ടി സംസ്ഥാന കമ്മിറ്റി തന്നെ എടുത്തതിൻ്റെ ഭാഗമായി രാജയെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചു. ആ തീരുമാനം രാജേന്ദ്രന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നില്ല. അതുപോലെ തന്നെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുന്നതിന് വേണ്ടി രാജേന്ദ്രൻ ചില ഇടപെടലുകൾ നടത്തി എന്ന ആക്ഷേപം ഉയർന്നു വരികയും പാർട്ടി ജില്ലാ കമ്മിറ്റി ഒരു കമ്മീഷനെ വെച്ച് അന്വേഷിക്കുകയും ആ കമ്മീഷൻ രാജേന്ദ്രൻ രാജയെ തോൽപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ആവശ്യമില്ലാത്ത കുറേ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ശ്രമിക്കുകയും ചെയ്തു എന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റി വെച്ച കമ്മീഷൻ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ രാജേന്ദ്രനെ 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തു. 1 വർഷത്തിന് ശേഷം അദ്ദേഹം പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കുകയോ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുകയോ ഒന്നും ചെയ്തില്ല. സസ്പെൻഷൻ കാലയളവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടന അനുസരിച്ച് കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ പാർട്ടി നിർദ്ദേശിക്കുന്ന പാർട്ടിയുടെ പ്രചരണ പരിപാടികളിലെല്ലാം അദ്ദേഹം പങ്കെടുക്കേണ്ടതാണ്. സസ്പെൻഷൻ കാലത്ത് അദ്ദേഹം ഈ ജോലികളൊന്നും നിർവഹിച്ചില്ല. സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞപ്പോൾ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാൻ ആവശ്യപ്പെട്ടിട്ട് പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ പാർട്ടിയുടെ ഒരു സംഹിത അല്ലെങ്കിൽ നിയമം അനുസരിച്ച് അദ്ദേഹം പ്രവർത്തിച്ചില്ല എന്നുള്ളതൊരു കാരണമുണ്ട്. പക്ഷേ തുടക്കത്തിൽ അങ്ങ് സൂചിപ്പിച്ച ഈ 4ാം വട്ടവും MLA സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ മത്സരിപ്പിച്ചില്ല എന്നതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണമല്ലേ? യെസ്, അത് തന്നെയാണ് അടിസ്ഥാനപരമായ കാരണം. അങ്ങനെ ഒരു സീറ്റ് പ്രത്യേകിച്ച് സാധാരണക്കാർക്കിടയിൽ, ഈ തമിഴ് മേഖലയിൽ മാത്രമല്ല, സാധാരണക്കാർക്കിടയിൽ നമ്മുടെ ഇവിടുത്തെ, അതായത് അടിമാലി, പള്ളിവാസൽ, വെള്ളത്തോൾ തുടങ്ങിയ പഞ്ചായത്തുകളിൽ പോലും ന്യായമായ സ്വാധീനമുള്ള ഒരു പ്രവർത്തകനായിരുന്നല്ലോ അദ്ദേഹം. അങ്ങനെ അദ്ദേഹത്തെ വേണ്ട, മറ്റൊരാൾ വരട്ടെ എന്ന് പാർട്ടി തീരുമാനിച്ചതുകൊണ്ടായിരിക്കും. പാർട്ടി സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത് 2 ടൈം മത്സരിച്ച സഖാക്കൾ മാറി നിൽക്കണമെന്നും 1 ടൈം മന്ത്രിയായ ആളുകളെ 2ാം ടൈമിൽ മന്ത്രിയാക്കിയില്ല, അതിന് ഇളവ് കൊടുത്ത് സഖാവ് പിണറായിക്ക് മാത്രമേ ഉള്ളൂ. അത് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ ഒരു തീരുമാനമാണ്. ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് രാജേന്ദ്രനും 3 പ്രാവശ്യം മത്സരിച്ചു, മാറി നിൽക്കട്ടെ എന്ന തീരുമാനം, പാർട്ടി തീരുമാനം അദ്ദേഹത്തിനും ബാധകമാണ്. ഇദ്ദേഹം ഈ വിമത പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് പറയുന്ന കമ്മീഷൻ കണ്ടെത്തിയല്ലോ. എന്നിട്ടും രാജയുടെ ഭൂരിപക്ഷം അത്ര കുറവല്ലാത്തത് 6000 ചില്ലുവാനായിരുന്നല്ലോ.
രാജയുടെ ഭൂരിപക്ഷം 7848 ദേവികുളം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിമാരിൽ മത്സരിച്ച സ്ഥാനാർത്ഥികൾ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിലാണ് രാജ ജയിച്ചത്. അത് കേരളത്തിൽ പൊതുവായ LDFന് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു. 2, രാജയ്ക്ക് ലഭിച്ച ഒരു സ്വീകാര്യത അത് ഏറ്റവും കൂടുതൽ പ്രതിഫലിച്ചത് നമ്മുടെ അടിമാലി, വൈസമ്മാലി, വെള്ളത്തൂവൽ, മാങ്കുളം തുടങ്ങിയ കാർഷിക മേഖല അടങ്ങുന്ന മേഖലയിലാണ് രാജയ്ക്ക് ഏറ്റവും കൂടുതൽ സ്വീകാര്യത. ആ വോട്ടിംഗ് പാറ്റേൺ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. നല്ല ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. അത് ശരി. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വിമത പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പാർട്ടിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടന്നു, മൂന്നാർ മേഖലയിൽ നടന്നു എന്ന് കമ്മീഷൻ കണ്ടെത്തിയെന്നുള്ളത് ശരി തന്നെയാണ് അല്ലേ? അതെ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത്. അതെ. അതിന് പാർട്ടി സാധാരണ വിശദീകരണമൊക്കെ ചോദിച്ചിട്ടില്ലേ സസ്പെൻഡ് ചെയ്ത്? എല്ലാ വിശദീകരണവും ചോദിച്ച് അദ്ദേഹം അതിന് മറുപടി കൊടുത്തില്ല. അങ്ങനെ മറുപടി കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത് പാർട്ടിയിൽ ഒരു കീഴ്വഴക്കമാണോ? കീഴ്വഴക്കമല്ല. സാധാരണ നിലയിൽ മനുഷ്യൻ്റെ പാർട്ടിയാണ്. അപ്പോൾ അവർക്ക് ചില പെശകൾ സംഭവിക്കാം. ആ പെശക് തിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും പാർട്ടി സ്വീകരിക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് ആക്ഷേപം ഉയർന്നു വന്നാൽ വിശദീകരണം ചോദിക്കുക. അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് വിശദീകരണം ചോദിക്കും. വിശദീകരണം രേഖാമൂലവും കമ്മിറ്റിയിൽ പങ്കെടുത്തും അദ്ദേഹത്തിന് വിശദീകരിക്കാനുള്ള എല്ലാ അവസരവും കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം കമ്മിറ്റിയിൽ പങ്കെടുത്തില്ല എന്നുള്ളതാണ് വസ്തുത. അങ്ങനെയൊക്കെ അറിയാമല്ലോ, ഏതാണ്ട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തതിന് ശേഷം ഈ പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ, ഊഹാപോഹങ്ങളൊക്കെ പറഞ്ഞിരുന്നു രാഷ്ട്രീയ രംഗങ്ങളിൽ. അദ്ദേഹം BJP പോയേക്കും, അദ്ദേഹം BJPയിലേക്ക് ചേക്കേറിയേക്കും, BJP അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നുണ്ട്, അതല്ല അദ്ദേഹം ഒരുപക്ഷെ UDFയിലേക്കാണ് പോകാൻ സാധ്യത. ഇങ്ങനെ പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കെ ഏതാണ്ട് 1 വർഷത്തോളമായി. അന്നേരമൊക്കെ അദ്ദേഹം മാതൃസംഘടനയിലേക്ക് തിരിച്ചു വരണം എന്ന് അദ്ദേഹം വ്യക്തിപരമായി ആഗ്രഹിച്ചിരുന്നു എന്നാണ് അദ്ദേഹത്തോട് സംസാരിക്കുന്നവർ പറയുന്നത്. അദ്ദേഹത്തിന് ഒരാളിൻ്റെ പേരിൽ നടപടിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര ഒരു സുഖകരമായ കാര്യമാണ് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കരുതുന്നില്ല. അവരെ തെറ്റിദ്ധരുത്തി നമ്മുടെ പാർട്ടിയോടൊപ്പം നിർത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അന്തരിച്ച ഞങ്ങളുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സഖാവ് കോടിയേരി ബാലകൃഷ്ണനും സഖാവ് പിണറായിയും അതുപോലെ തന്നെ ഗോവിന്ദ മാസ്റ്ററും സഖാവ് MM മണിയും KK ജയചന്ദ്രനും CV വർഗീസും എല്ലാം പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമാകണം എന്ന് ആ സഖാവിനോട് ആവശ്യപ്പെട്ടാണ്. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ 4 വർഷമായി പാർട്ടിയിൽ നിന്ന് അകന്നു നിൽക്കുകയും BJP നേതാക്കന്മാരുമായി ചില ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ജാവദേക്കറെ കാണാൻ പോയതും. അതുപോലെ തന്നെ ഒരു മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബ്രാഞ്ച് മൂന്നാറിൽ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അവരുമായി ബന്ധം പുലർത്തിയിരുന്നു. ആ സൊസൈറ്റിയുടെ ബ്രാഞ്ചിൻ്റെ ഉദ്ഘാടനം നാളെ ജനുവരി മാസം 30-ാം തീയതി നടക്കാൻ പോവുകയാണ്. അപ്പോൾ ആ ജോലികളെല്ലാമായി അദ്ദേഹം BJPയുമായി ബന്ധം പുലർത്തിയിരുന്നു എന്നുള്ളതാണ് വസ്തുത. അതെല്ലാം പാർട്ടി അറിഞ്ഞുകൊണ്ട് സമയാസമയങ്ങൾ അറിഞ്ഞുകൊണ്ടാണ്. ഇതിനിടയിൽ അദ്ദേഹം മുഖ്യമന്ത്രിയുമായി ഒരു ചർച്ചയ്ക്ക് പോയിരുന്നല്ലോ. അതേ സംബന്ധിച്ച് എനിക്ക് അത്ര വ്യക്തതയില്ല. അദ്ദേഹം നേതാക്കന്മാരെല്ലാം കാണുകയും സംസാരിക്കുകയെല്ലാം ചെയ്തിട്ടുണ്ട്. പാർട്ടിയോടൊപ്പം നിൽക്കുന്ന നേതാക്കന്മാരെല്ലാവരും തന്നെ അദ്ദേഹത്തോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ മൂന്നാറിൽ AITUC, CITU, INTUC യൂണിയനാണ്, 3 യൂണിയനാണല്ലോ പ്രധാനമായിട്ടും തോട്ടം തൊഴിലാളി മേഖലയിലുള്ളത്. ഈ മേഖലയിലുള്ളതിൽ ഈ BJPയെ സംബന്ധിച്ചാൽ BMS അത്ര ശക്തമല്ല. അങ്ങനെ ഒരു യൂണിയൻ അവിടെ കാര്യമായിട്ട് പ്രവർത്തിക്കുന്നത് എനിക്ക് തോന്നണില്ല. ഇല്ല. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്ര ഒരുപക്ഷെ ഇപ്പോഴെങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ, ഏതായാലും അടുത്ത കാലത്ത് വരെ വേണ്ടത്ര അടിത്തറ ഇല്ലാത്തൊരു മേഖലയായിരുന്നു മൂന്നാർ. ഈ മൂന്നാറിൽ സത്യത്തിൽ BJPക്ക് ഒരു അടിത്തറ അദ്ദേഹം മൂലം ഉണ്ടാകുന്നു എന്നുള്ളതൊരു ശുഭകരമാണോ? എല്ലാം കാത്തിരുന്ന് ഇപ്പോഴത്തെ അതിനെ സംബന്ധിച്ചൊരു അഭിപ്രായം പറയാൻ കഴിയില്ല. എന്തായാലും കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അത്ര പെട്ടെന്ന് ഒരു വളർച്ച അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. കാരണം മൂന്നാറിലെ തോട്ടം തൊഴിലാളികളുടെ ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം എന്ന് പറയുന്നത് അവർ ഏറ്റവും ആദ്യം അവിടെ സംഘടനാ പ്രവർത്തനം ട്രേഡ് യൂണിയൻ പ്രവർത്തനം ആരംഭിക്കുന്നത് INTUC ആണ്. അതിനുശേഷം AITUCയും അതിനുശേഷമാണ് CITUവും ഒക്കെ അവിടെ വളർന്നു വന്നിട്ടുള്ളത്. അപ്പം 3 ട്രേഡ് യൂണിയനകത്തായി ഏതാണ്ട് 99% തൊഴിലാളികളും അണിനിരന്നിട്ടുണ്ട്. മൂന്നാമത് ഒരു യൂണിയൻ അവിടെ ഡെവലപ്പ് ചെയ്ത് വരിക എന്ന് പറയുന്നത്
നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അത്ര ഒരു എളുപ്പമുള്ള കാര്യമല്ല. എളുപ്പമുള്ള അതിൻ്റെ ഇടയിൽ ATC നിന്ന് ഒരു നേതാവ് കൂടി അദ്ദേഹത്തോടൊപ്പം BJP ഉണ്ടെന്ന് പറയുന്നു. ഒരാൾ ATCയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഗുരുനാഥൻ എന്ന് പറയുന്ന ഒരാൾ BMSനകത്ത് BJP ചേർന്നിട്ടുണ്ട്. അത് അവരുടെ പാർട്ടിയായിട്ടുള്ള ഇഷ്യൂ. അത് അവരുടെ പാർട്ടിയായിട്ടുള്ള വിഷയമാണ്. ഈ രണ്ട് പേരും കൂടി ചേരുമ്പോൾ കുറച്ച് അണികളെ അവർക്ക് BJPയിലേക്ക് അടർത്താൻ കഴിയുമെന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? ഒരനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ BMSന് അംഗീകാരമുണ്ടായിരുന്ന ITD എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്, ടാറ്റയുടെ കീഴിലുള്ളതാണ്. തേയില കയറ്റുമതി ചെയ്യുന്ന ഒരു തേയില ഉണ്ടാക്കുന്ന സ്ഥലമാണ്. അവിടെ ഇൻസ്റ്റന്റ് BMS ഉണ്ട്. അത് ഇപ്പോൾ 6-7 തൊഴിലാളികൾ മാത്രമേ ഉള്ളൂ. കൂടാതെ ഇടമലക്കുടി പിടിക്കും എന്നെല്ലാമുള്ള തരത്തിലുള്ള വലിയ പ്രചാരവേലയെല്ലാം അവിടെ നടന്നിട്ടുണ്ട്. അതെ, ഒരുപക്ഷെ BJP ഭരിക്കുമെന്നൊരു ഘട്ടത്തിലേക്ക് വരെ പ്രചരണം ചെന്നെത്തിയിരുന്നു. അതെ 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 അതിനെയൊക്കെ ഞങ്ങൾക്ക് വളരെ അവധാനതയോടെ കൂടിയുള്ള സംഘടനാ പ്രവർത്തനത്തിലൂടെ മറികടക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർ സംഘടിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് ബാക്കി പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും. അദ്ദേഹത്തിൻ്റെ പത്രവാർത്തയിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തോട്ടം തൊഴിലാളികളുടെ ലയങ്ങളുടെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണും. ഒന്ന്. രണ്ടാമത് പറഞ്ഞത് 1982 ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന വന്യജീവി നിയമം ഭേദഗതി ചെയ്യും. ഇത് ചെയ്യാമെന്ന് BJP നേതൃത്വം സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ BJPയിൽ ചേരുന്നത് എന്നാണ് പറയുന്നത്. രണ്ടും വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. യെസ്. പക്ഷേ BJP ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്ന ഇപ്പോഴത്തെ 4 തൊഴിൽ കോഡുകൾ അതെടുത്ത് പരിശോധിച്ചാൽ തന്നെ സ്വാതന്ത്ര്യത്തിന് മുൻപ് തൊഴിലാളികൾ സംഘടിച്ച് ട്രേഡ് യൂണിയനുകൾ ഉണ്ടാക്കി അന്ന് മുതൽ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളുടെ എല്ലാം ഭാഗമായിട്ടാണ് 44 തൊഴിൽ നിയമങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ആ 44 തൊഴിൽ നിയമങ്ങൾ 29 തൊഴിൽ നിയമങ്ങളെ ചേർത്ത് 4 കോഡുകളാക്കി തിരിക്കുകയും അത് നിയമമായി മാറി അത് നടപ്പിലാക്കാനുള്ള ഉത്തരവ് ഇപ്പം ഇറങ്ങിയിരിക്കുകയാണ്. ആ തൊഴിൽ കോഡിനകത്ത് പറയുന്നത് തന്നെ ലോകം അംഗീകരിച്ചിരിക്കുന്നതാണ് 4 മണിക്കൂർ അധ്വാനം എന്ന് പറയുന്നത്. ഇപ്പോൾ അത് മാനേജ്മെൻറ്റിന് ആവശ്യമുണ്ടെങ്കിൽ 16 മണിക്കൂർ വരെ തൊഴിലാളിയെ കൊണ്ട് ജോലി എടുപ്പിക്കാം. അതുപോലെ തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തൊഴിൽ സുരക്ഷയും തൊഴിലാളികൾക്ക് ലഭിക്കില്ല. പ്രോവിഡൻറ്റ് ഫണ്ടിൻ്റെ പണം ഞങ്ങൾ ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കും. ഇത്തരത്തിലുള്ള തൊഴിലാളി വിരുദ്ധ നിയമങ്ങളാണ് ആ കോഡിനകത്ത് പറയുന്നത്. അതിന് എതിരായിട്ട് രാജ്യവ്യാപകമായ പ്രക്ഷോഭം 12-ാം തീയതി ഫെബ്രുവരി 12-ന് രാജ്യവ്യാപകമായ അഖിലേന്ത്യാ പണിമുടക്ക് നടക്കും. അപ്പോൾ ഇതിനകത്തൊരു പ്രധാന ആരോപണം വരുന്നത് ഈ കമ്പനിയുമായിട്ട് ചില അഡ്ജസ്റ്റ്മെൻറ്റിന് ഈ യൂണിയൻ നേതാക്കൾ തയ്യാറാകുന്നു, അതുകൊണ്ടാണ് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്നൊരു ആരോപണം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ടല്ലോ. അത് ബാലിശമായ ആരോപണമാണ്. കാരണം അദ്ദേഹം 15 വർഷം MLA ആയിരുന്നു, അധികാരമുള്ള ആളായിരുന്നു. അന്നൊന്നും ഉന്നയിക്കാത്ത ഒരാക്ഷേപം ഇപ്പോൾ ഉന്നയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബാലിശമാണ്. അദ്ദേഹം രാഷ്ട്രീയമായി മറ്റൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു, അതിന് ബാലിശമായ ചില കാര്യങ്ങൾ ഉന്നയിക്കുന്നു എന്ന് മാത്രമേ അതിനെ കാണേണ്ടതുള്ളൂ. വ്യക്തിപരമായി അദ്ദേഹത്തിന് മറയൂര്, ഒപ്പം തന്നെ ഈ മൂന്നാർ, ദേവികുളം, ഇടമലക്കുടി, നമ്മുടെ പള്ളിവാസൽ, അടിമാലി, വെള്ളത്തുവൽ പഞ്ചായത്തുകളിലൊക്കെ വ്യക്തിപരമായി ചില സ്വാധീനങ്ങളുണ്ട്. അത് അങ്ങേക്കറിയാം. ഒരുപക്ഷെ ഇത്രയും കാലത്തെ പരിചയത്തിനിടയിൽ എനിക്ക് പോലും അറിയാം. ഇത്തരം സ്വാധീനങ്ങൾ ഒരുപക്ഷെ പാർട്ടിയെ മറികടന്ന് അദ്ദേഹം നിർവഹിച്ചേക്കുമെന്ന് പാർട്ടി ഭയപ്പെടുന്നുണ്ടോ? ഒരു തരത്തിലുള്ള ഭയപ്പാടും ഈ കാര്യത്തിനകത്തില്ല. കാരണം എത്രയോ നേതാക്കന്മാർ പാർട്ടി നടപടിക്ക് വിധേയരായിട്ടുണ്ട്. ചില ആളുകൾ പാർട്ടി വിട്ട് പോയിട്ടുണ്ട്. താൽക്കാലികമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ഇതൊക്കെ സൃഷ്ടിക്കാൻ കഴിയും. കാരണം ജനങ്ങൾ ഒരു വ്യക്തിയുടെ പുറകെയല്ല, പ്രസ്ഥാനത്തിൻ്റെ പുറകിലാണ് അണിനിൽക്കുന്നത്. അതുകൊണ്ട് കാര്യമായ ഒരു ചലനവും താൽക്കാലികമായിട്ടൊക്കെ എന്തെങ്കിലും ഈ കുറേ വർഷത്തെ ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താൽക്കാലികമായി എന്തെങ്കിലും ഇതൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഒഴിച്ചാൽ ഒരു ചലനവും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൽക്കാലികമായ ചില ചലനങ്ങൾ പോലും ഒരുപക്ഷെ UDFനെ സഹായിച്ചേക്കില്ലേ? അല്ല, നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അങ്ങനെ ഒരു ചർച്ച CPM നടക്കുന്നില്ല. ഞങ്ങൾക്ക് അങ്ങനെയൊരു ആശങ്ക ഇല്ല. കാരണം തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മൂർധന്യത്തിലേക്ക് എത്തി.
കഴിയുമ്പോഴാണ് ഇതെല്ലാം രൂപപ്പെട്ടു വരുന്നത്. അപ്പം അതിനെങ്ങനെ മറികടക്കാൻ കഴിയുമെന്ന കാര്യത്തെ സംബന്ധിച്ച് അന്നേരം ഞങ്ങളും ആലോചിക്കും. ഈ തവണ ഈ മൂന്നാർ, ദേവികുളം 2 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ ഒന്ന് നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ ഈശ്വർ നിലനിർത്തി, LDF നിലനിർത്തി. എന്നാൽ ഒന്ന് വലിയ ഭൂരിപക്ഷം ഇല്ലെങ്കിൽ ഏതാണ്ട് 4000 ചിലവാണെന്ന് എൻ്റെ ഓർമ്മ, ഭൂരിപക്ഷത്തിലേക്ക് UDF പിടിച്ചു. പിന്നെ അതിർത്തി പഞ്ചായത്തുകൾ ഒഴിച്ചാൽ ഇപ്പോൾ വട്ടവട, കാന്തല്ലൂർ, ചിന്നക്കനാൽ, ശാന്തൻപാറ ഇങ്ങനെയുള്ള ചില പഞ്ചായത്തുകൾ ഒഴിച്ചാൽ, ഇടമലക്കുടിയുണ്ട്, ഒഴിച്ചാൽ ബാക്കിയുള്ള പഞ്ചായത്തുകൾ താരതമ്യേന UDF ആണ് ഇത്തവണ മേൽക്കൈ നേടിയത്. അതിലാശങ്കയുണ്ടോ? അതിൽ ഞങ്ങൾക്ക് ഉദ്ദേശിച്ച വിജയം ഉണ്ടായില്ല എന്നുള്ളത് വസ്തുതയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ കണ്ടെത്തി ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഭവന സന്ദർശന പരിപാടിയിലൂടെ അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും പാർട്ടിക്ക് സംഘടനാപരമായി ഉണ്ടായിരിക്കുന്ന ദൗർബല്യങ്ങൾ എന്താണ് എന്ന് കണ്ടുപിടിച്ച് അത്തരം ദൗർബല്യങ്ങളെല്ലാം തിരുത്തുന്നതിനുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഉദ്ദേശിച്ച വിജയം ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ തന്നെ 57 മണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് വ്യക്തമായ ഭൂരിപക്ഷമുണ്ട്. 1000-ൽ താഴെ വോട്ടിൽ ഞങ്ങൾ തോറ്റിരിക്കുന്ന 3 മണ്ഡലങ്ങളുണ്ട്. 2000-ൽ താഴെ വോട്ടിൽ തോറ്റിരിക്കുന്ന 4 മണ്ഡലങ്ങളുണ്ട്. 3000-ൽ താഴെ വോട്ടിന് ഞങ്ങൾ തോറ്റിരിക്കുന്ന 7 മണ്ഡലങ്ങളുണ്ട്. 5000-ൽ താഴെ വോട്ടിൽ തോറ്റിരിക്കുന്ന 23 മണ്ഡലങ്ങളുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും ഈ മൂന്നാർ പോലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പഞ്ചായത്ത്, ഈ പഞ്ചായത്ത് 2ാം വട്ടമായി. ഇതിനു മുമ്പും UDF ഭരിച്ചു, ഈ വട്ടവും നല്ല ഭൂരിപക്ഷത്തിൽ UDF നിലനിർത്തി. എന്തായിരിക്കും അതിൻ്റെ കാരണം? അത് ആഴത്തിൽ പരിശോധിക്കേണ്ട ഒരു സംഗതിയാണ്. മൂന്നാർ പഞ്ചായത്തിൽ ഇങ്ങനെ സംഭവിക്കാൻ ഇടയായ സാഹചര്യത്തിൽ ഈ രാജേന്ദ്രൻ ഫാക്ടർ അതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ടോ? രാജേന്ദ്രൻ ഫാക്ടറൊന്നും അതിനകത്തുണ്ട് എന്ന് അങ്ങനെ പറയാനാവില്ല. അതിന് ആ തോൽവിക്ക് പല കാരണങ്ങളുണ്ട്. അത് കണ്ടുപിടിച്ച് തിരുത്തുന്നതിനാവശ്യമായ ചർച്ചകൾ ഞങ്ങൾ LDFനകത്ത് നടത്തി അത് പരിഹരിക്കും. ഇദ്ദേഹം BJPയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരുപക്ഷെ BJPയിലെ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരുമെന്ന ഒരു അഭ്യൂഹം പരന്നേക്കുന്നതിനിടയിൽ ഇതേ സ്റ്റുഡിയോയിൽ വെച്ച് അദ്ദേഹവുമായിട്ടൊരു ഇൻ്റർവ്യൂ നടത്തിയിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം ചില ആരോപണങ്ങൾ CPIMനെതിരെ ശക്തമായി ഉന്നയിക്കുകയുണ്ടായി. ഒരുപക്ഷെ അങ്ങ് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ കാര്യത്തിൽ ഏറ്റവും വലിയ കുന്തമുന അങ്ങയുടെ നേർക്കാണ് അദ്ദേഹം തിരിച്ചു വെച്ചത്. പേര് വെച്ച് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു. മറ്റുള്ളവരുടെ പേര്, ഇപ്പോൾ മണിയാശാൻ്റെ ഒക്കെ പേര് പറഞ്ഞെങ്കിൽ പോലും അതൊരു ശത്രുപക്ഷത്ത് നിർത്തിയല്ല സംസാരിച്ചത്. പക്ഷേ എന്നാൽ ഒരാൾ ശത്രുപക്ഷത്ത് നിർത്തി സംസാരിക്കുകയും ചെയ്തിരുന്നു. എന്തുകൊണ്ടായിരിക്കും അതിൻ്റെ കാരണം? എനിക്ക് രാജേന്ദ്രനോട് വ്യക്തിപരമായ ഒരു ആക്ഷേപമോ അല്ലെങ്കിൽ വൈരാഗ്യമോ ഇല്ല. എടുക്കുന്ന നിലപാടുകളോടാണ് വിയോജിപ്പ്. അദ്ദേഹം ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി ഞാനായിരുന്നു. ആദ്യമായിട്ട് 3 ബാലറ്റ് പേപ്പറിൽ വോട്ട് ചെയ്യേണ്ട തെരഞ്ഞെടുപ്പ്. കടുത്ത മത്സരമായിരുന്നു. ആര് ജയിക്കും ആര് തോക്കുമെന്ന് പറയാൻ കഴിയാത്ത സ്ഥിതി. തോറ്റു എന്ന് പറഞ്ഞ് രാജേന്ദ്രൻ പാർട്ടി ഓഫീസിൽ പോയി കിടന്ന് ഉറങ്ങുമായിരുന്നു. ജയിച്ച് D. കുമാർ മൂന്നാർ ടൗണിൽ പ്രകടനം നടത്തി. ഈ സമയത്ത് ഞാൻ കൗണ്ടിംഗ് സ്റ്റേഷനിലിരുന്ന് വോട്ട് എണ്ണുന്ന കേന്ദ്രത്തിൽ ഞാൻ ചീഫ് ഇലക്ഷൻ ഏജൻ്റ് അവിടെ ഇരുന്ന് വോട്ട് എണ്ണുന്ന ആ ജോലി കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 23 വോട്ട് കൗണ്ടിംഗ് സ്റ്റേഷനിലും 26 വോട്ട് പോസ്റ്റൽ ബാലറ്റ് കളക്ടറേറ്റിൽ വന്നിട്ടുണ്ട്. 49 വോട്ടിന് രാജേന്ദ്രൻ ജയിച്ചു എന്ന് അവിടെ സബ് കളക്ടർ പ്രഖ്യാപിക്കുന്നു. അപ്പോഴാണ് രാജേന്ദ്രൻ പാർട്ടി ഓഫീസിൽ നിന്ന് വരുന്നത്. പുള്ളിയുടെ രാഷ്ട്രീയ തുടക്കമാണത്, വിജയ തുടക്കമാണ്. അതെ. അദ്ദേഹം 1987 ഈ പറഞ്ഞതുപോലെ 14 വർഷം MLA ആയിരുന്ന വരദൻ മാറി വേറൊരു സ്ഥാനാർത്ഥി വരട്ടെ എന്ന് പാർട്ടി തീരുമാനിച്ചപ്പോൾ സുന്ദരമാണിക്കതിനെ സ്ഥാനാർത്ഥിയായി പാർട്ടി കണ്ടെത്തി. അപ്പോൾ വരദൻ പാർട്ടിയുമായി ഇടഞ്ഞു. വരദൻ കോൺഗ്രസിൽ പോയി. അക്കാലത്ത് ദേവികുളം താലൂക്ക് SC ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓണററി സെക്രട്ടറിയായി രാജേന്ദ്രൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വരദനുമായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്നു. രാജേന്ദ്രനെ വരദൻ്റെ കൂടെ പോകാതെ പാർട്ടിയോടൊപ്പം നിർത്തുകയും അദ്ദേഹത്തെ DYFIയുടെ ബ്ലോക്ക് കമ്മിറ്റിയുടെ സെക്രട്ടറിയാക്കി. അതിനുശേഷം മറയൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയാക്കി. ആ ഘട്ടത്തിലാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തെ തീരുമാനിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ സെക്രട്ടറി ഞാനായിരുന്നു.
പിന്നീട് വന്ന 3 അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ 2 തെരഞ്ഞെടുപ്പുകളിലും ഞാൻ രാജേന്ദ്രൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ജയിപ്പിക്കാൻ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ജോലി എന്ന നിലയിൽ വളരെ ആത്മാർത്ഥതയോടുകൂടി ജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നിലപാടുകളും സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അങ്ങയുടെ കയ്യിലാണ് ഈ പാർട്ടിയുടെ സർവ്വ അധികാരവും കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നും അതുകൊണ്ട് സ്വാതന്ത്ര്യത്തോടെ പ്രഖ്യാപിക്കാൻ കഴിയില്ലെന്നുമാണ് അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചൊരു വ്യക്തിക്ക് അതിനകത്ത് അത്ര വലിയ പ്രാധാന്യമില്ല. കമ്മിറ്റി ചർച്ച ചെയ്തെടുക്കുന്ന തീരുമാനങ്ങളാണ് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അതിനകത്ത് ന്യൂനപക്ഷ ഭൂരിപക്ഷ അഭിപ്രായങ്ങൾ വരാം. ഭൂരിപക്ഷ അഭിപ്രായം തീരുമാനമാകും. ന്യൂനപക്ഷ അഭിപ്രായങ്ങൾ പറഞ്ഞ സഖാക്കളോടെ ഈ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കും. ഇതാണ് പാർട്ടിയുടെ സംഘടനാ തത്വം എന്ന് പറയുന്നത്. അതിനനുസരിച്ച് എല്ലാവരും പ്രവർത്തിക്കുക എന്നുള്ളതാണ്. എല്ലാവരുടെയും ജോലി പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ആ ജോലി നിർവഹിക്കുക എന്നുള്ളതാണ് എൻ്റെ കടമ. 1986 പാർട്ടി ഏരിയ കമ്മിറ്റി, മൂന്നാർ ഏരിയ കമ്മിറ്റിയുടെ രൂപീകരണം നടക്കുന്നത്. അന്ന് പാർട്ടി വളരെ ദുർബലമായിരുന്ന ഒരു പ്രദേശമായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മൂന്നാർ, മറയൂർ, കാന്തല്ലൂർ, വട്ടവട ഈ പ്രദേശങ്ങൾ. അന്ന് അവിടേക്ക് പ്രവർത്തിക്കാൻ വേണ്ടി നിയോഗിച്ച ആളാണ് ഞാനും ജോസഫ് ചാവേലി. അദ്ദേഹം ജോസഫ് ചാവേലി നമ്മെ വിട്ടുപിരിഞ്ഞു. അവിടെ കഴിഞ്ഞ 40 വർഷമായി പാർട്ടിയെയും വർഗവിഭജന സംഘടനകളെയും ശക്തിപ്പെടുത്തുന്നതിനകത്തും കഴിഞ്ഞ 4 ടേമായി ആ മണ്ഡലത്തെ ജയിപ്പിക്കുന്നതിനകത്തും ഈ തിരിച്ചടികൾ മുഴുവൻ ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വന്നപ്പോഴും UDF നിന്ന് 2 പഞ്ചായത്ത് തിരിച്ചുപിടിക്കാനും നിലവിലുള്ള പഞ്ചായത്തുകൾ നിലനിർത്താനും ജില്ലാ ഡിവിഷൻ നിലനിർത്താനും ബ്ലോക്ക് പഞ്ചായത്ത് 8 ബ്ലോക്ക് പഞ്ചായത്തിൽ അവിടെ മാത്രമേ ഭൂരിപക്ഷം ഉണ്ടായുള്ളൂ. അപ്പം അത്തരത്തിലുള്ളൊരു പ്രവർത്തനമാണ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. ആ ജോലി പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ആത്മാർത്ഥമായി സത്യസന്ധമായി ചെയ്യുക. അതോടൊപ്പം തന്നെ പാർട്ടിക്ക് ദോഷം വരുന്ന എല്ലാ നടപടികളെയും നമുക്ക് ചേർത്ത് പരാജയപ്പെടുത്തേണ്ടി വരും. ഇത്തരമൊരു ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് പോരാഴിയില്ലെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പോരാഴിയുണ്ട് എൻ്റെ പാർട്ടി ചൂണ്ടിക്കാണിക്കും, ഞാൻ തിരുത്തും. ഇത്തരം ആരോപണങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റതല്ല, ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പോകേണ്ടി വരുന്ന പ്രശ്നങ്ങളുടെ ഈ ആരോപണങ്ങൾ ഏതാണ്ട് അങ്ങയിൽ കേന്ദ്രീകരിക്കുകയും ഒരു മട്ട് അന്തരീക്ഷത്തിൽ ചില പ്രശ്നങ്ങൾ, പത്രത്തിൽ ചില പ്രശ്നങ്ങൾ, ജനങ്ങൾക്കിടയിലുള്ള സംസാരത്തിൽ ചില പ്രശ്നങ്ങളിലൊക്കെ അങ്ങയുടെ പേര് വീണ്ടും കയറി വരികയൊക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും വളരെ പൊതുവായ ഒരിടങ്ങളിൽ വെച്ചോ മറ്റ് ചാനലുകളിലോ മറ്റ് സ്ഥലങ്ങളിലോ ഒന്നും ഈ മുൻ MLA-ക്കെതിരെ അങ്ങ് വ്യക്തിപരമായി ഒന്നും പറഞ്ഞു കേൾക്കുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും? വ്യക്തിപരമായി ഞാനും രാജേന്ദ്രനും തമ്മിൽ യാതൊരു പ്രശ്നമില്ല. എടുക്കുന്ന നിലപാടുകളോടാണ് വിയോജിപ്പ്. ഇപ്പോഴും അദ്ദേഹം വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ നിലപാട് ഇപ്പോൾ സ്വീകരിച്ചു കഴിഞ്ഞു. 2 ചേരികളിലാണ് നിൽക്കുന്നത്. വ്യക്തിപരമായ ഒരു ആക്ഷേപം ഇപ്പോഴും ഞാനും രാജേന്ദ്രനും തമ്മിലില്ല. എടുക്കുന്ന നിലപാടുകളോടുള്ള വിയോജിപ്പ് മാത്രമേ ഉള്ളൂ. ഈ 1 വർഷത്തിലധികം അദ്ദേഹം കാത്തു നിന്ന സമയത്ത് വേണമെങ്കിലൊരു സമവായം ആകാമായിരുന്നില്ലേ? ഞാൻ അദ്ദേഹത്തെ പാർട്ടിയോടൊപ്പം പ്രവർത്തിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ 5 പ്രാവശ്യം അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു. ഫോൺ എടുക്കാൻ പോലും തയ്യാറായില്ല. ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള സമയം നിശ്ചയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു യഥാർത്ഥത്തിൽ അങ്ങ് 5 പ്രാവശ്യം ഞാൻ ഫോണിൽ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫോൺ എടുക്കാൻ തയ്യാറായി. ഒരു പക്ഷേ അത് പാർട്ടിയുടെ തീരുമാനത്തിനപ്പുറത്തും കൂടിയായിരിക്കും. അതില്ലേ ആയിരിക്കാം. അപ്പോൾ നമുക്ക് പ്രവർത്തകരെ പറഞ്ഞുവിടുകയല്ല, നമ്മൾ ആളെ കൂട്ടാനാണ് നിൽക്കുന്നത്. അതായത് എക്സ്ക്ലൂസീവ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ശരിയല്ല. പലപ്പോഴും ഒരു ഇൻക്ലൂസീവാണ് വേണം. അദ്ദേഹത്തെയും കൂടി ചേർത്ത് പോകാൻ വേണ്ടിയിട്ടായിരുന്നു ഒരിക്കലും ആ ശ്രമം മുഴുവൻ അല്ലേ? അതെ, എല്ലാ ശ്രമവും ആ നിലയിൽ നടത്തിയിട്ടുണ്ട്. മനുഷ്യൻ്റെ പാർട്ടിയല്ലേ, ചില പെശകുകൾ സംഭവിക്കും. അത് തിരുത്തിക്കുന്നതിനുള്ള നടപടി പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട്. ചേർത്ത് നിർത്തി കൊണ്ടുപോകാനുള്ള ഇടപെടലാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളൂ. അത് ശരി. അപ്പോൾ അങ്ങ് വളരെ സംയമനം പാലിക്കുകയും ഒരുപക്ഷെ പൊതുവേദിയിൽ ആക്ഷേപത്തോട് സംസാരിക്കാതിരിക്കുന്നതൊക്കെ ഞങ്ങൾ പൊതുജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളിലൊന്നും വ്യക്തിഹത്യ നടത്തുന്നതിനും അങ്ങ് തയ്യാറല്ല. പലപ്പോഴും മൗനം അവലംബിക്കുകയാണ് പതിവ്. ഞാനും രാജേന്ദ്രനും തമ്മിലുള്ള ഞങ്ങൾ തമ്മിലൊരു പ്രശ്നമില്ല. വ്യക്തിപരമായ ഒരു പ്രശ്നങ്ങൾ എടുക്കുന്ന നിലപാടുകളോടുള്ള വിയോജിപ്പേ ഉള്ളൂ. അതിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത് പോലെ ബാലിശമായ കാര്യങ്ങളൊന്നും പറയാൻ ഞാൻ
ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഈ ചർച്ചയിലും അങ്ങ് അത്തരം ആരോപണങ്ങളൊന്നും ഉന്നയിക്കാനേ തയ്യാറാവുന്നില്ല. അതാണ് വേറൊരു കാര്യം. കാരണം നിലപാടുകളുടെ പ്രശ്നം മാത്രമാണെന്ന് പറയുകയാണ്. അത്രയേ ഉള്ളൂ. ഇല്ലേ, അത് രാഷ്ട്രീയമായ നിലപാടുകളാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കും? അത് മണിയാശാനോട് ചോദിക്കേണ്ട കാര്യമാണെന്ന് ഒരുപക്ഷെ അങ്ങ് പറഞ്ഞേക്കാം. എന്നാൽ പോലും മണിയാശാൻ എടുത്ത നിലപാട് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ശൈലിയുടെ ഭാവമൊക്കെ ആണെങ്കിൽ പോലും ഇച്ചിരി കടന്നു പോയോ? അതിനെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഒരു അഭിപ്രായം, അത് മണിയാശാനോട് തന്നെ എന്നേക്കാൾ എത്രയോ സീനിയറാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അതെല്ലാം മണിയാശാനോട് തന്നെ ചോദിക്കും. മണിയാശാൻ പറഞ്ഞപ്പോൾ എന്നെ മന്ത്രിയാക്കി, 2 പ്രാവശ്യം MLA ആക്കി, ഞാൻ ഈ പാർട്ടിക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചാലും എന്നെയും നിങ്ങൾ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യണം, രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യുന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബാക്കി കൂടുതൽ വിശദീകരണം വേണമെങ്കിൽ മണിയാശാനോട് തന്നെ ചോദിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ അത്തരം കാര്യങ്ങൾ, അത് മണിയാശാന്റെ പൊതുവെ ഒരു ശൈലി ഇതൊക്കെ ആയിട്ട് ഞാൻ അത്തരത്തിലാണ് അത്തരം കാര്യങ്ങൾ എടുക്കുക. അതുകൊണ്ട് വരിക. പക്ഷേ ഇതുകൊണ്ട് ഈ ഇദ്ദേഹം പോയിരിക്കുന്ന പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണല്ലോ. അവരുടെ ഒരു പ്രൊട്ടക്ഷൻ അതത്ര മോശമായ ഒരു പാർട്ടി അല്ലല്ലോ ഈ രംഗത്ത്. അല്ലല്ല, അദ്ദേഹം പോയിരിക്കുന്ന പാർട്ടി CPIMന്റെ നൂറുകണക്കിന് ആളുകളെ കൊന്നൊടുക്കിയിട്ടുള്ളൊരു പാർട്ടിക്കകത്താണ് അദ്ദേഹം ചെന്ന് ചേർന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ഏറ്റവും ഭീഷണിയായി നിൽക്കുന്ന, മതനിരപേക്ഷതയ്ക്ക് ഏറ്റവും ഭീഷണി ഉയർത്തുന്ന ഒരു പാർട്ടിക്കകത്താണ് അദ്ദേഹം ചെന്ന് ചേർന്നിരിക്കുന്നത്. വളരെ നിർഭാഗ്യകരമെന്നല്ലാതെ എന്താ പറയുക. ഈ അടുത്ത കാലത്ത് ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന് തൊട്ട് മുമ്പായി നമ്മൾ പരിശോധിച്ചാൽ ഈ BJPയിലേക്ക് ഒരു ചെറിയ ഒഴുക്ക് കാണുന്നില്ലേ? BJP കേരളത്തിൽ കുറച്ച് ശക്തിപ്പെട്ടു വരുന്നുണ്ട് എന്നുള്ളത് ആ വോട്ടിംഗ് പാറ്റേൺ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമാകും. അതിന് പല കാരണങ്ങളുണ്ട്. 10 വർഷമായി കേന്ദ്രം BJP ഭരിക്കുന്നു. അതുപോലെ തന്നെ അവർ ഉയർത്തുന്ന ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരാശയം, ആ ആശയം പാവങ്ങളായ ഹിന്ദുമത വിശ്വാസികൾക്കിടയിൽ ഒരു സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതിനെ എല്ലാം നമുക്ക് നന്നായി ജനമധ്യത്തിൽ തുറന്നു കാണിച്ചുകൊണ്ട് വരാൻ പോകുന്ന ഭീഷണി ഇന്നതാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വലിയ നിലയിലുള്ള പ്രചാരവേല സംഘടിപ്പിച്ച് ഇതിനെ ചെറുക്കുക എന്നുള്ളതേ മാർഗമാണ്. അപ്പോഴും ഒരുപക്ഷെ CPM എതിർത്തതുപോലെ RSSനെ, BJPയെ മറ്റു രാഷ്ട്രീയ പാർട്ടിയും കേരളത്തിൽ എതിർത്തിട്ടില്ല. അക്കാര്യത്തിലൊക്കെ വസ്തുതാപരമായ നിലപാടാണ്. അക്കാര്യം സംശയമില്ല, അത് ഉറച്ച നിലപാടുമാണ്. പക്ഷേ ഈ ഇദ്ദേഹത്തെ പോലുള്ള ചില നേതാക്കന്മാർ ആ പാർട്ടിയെ തിരഞ്ഞെടുക്കുമ്പോൾ അണികളിൽ ഒരു വല്ലാത്ത കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ? അണികൾക്കിടയിൽ ഞങ്ങൾ നന്നായി ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ അതിൻ്റെ വിപത്തിനെ സംബന്ധിച്ച് നന്നായി തുറന്ന് കാണിച്ചുകൊണ്ട് പ്രചാരവേല സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഇതിനെ നമുക്ക് നേരിടാനുള്ള ഏകമാർഗം. അത് ഞങ്ങൾ ശക്തിയായി തന്നെ ചെയ്യും. ഏതെങ്കിലും കാരണവശാൽ ഈ തോട്ടം തൊഴിലാളികളുടെ ഒരു അരക്ഷിതാവസ്ഥയുണ്ടല്ലോ, അപ്പോൾ അതിൽ സാമ്പത്തിക പ്രശ്നമുണ്ട്, അവരുടെ ഭൂമിയില്ലാത്ത പ്രശ്നങ്ങളുണ്ട്, അവരിപ്പോൾ താമസിക്കുന്ന ലയങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നാൽ അതിനെ പ്രതിരോധിക്കാനാവുമോ? തീർച്ചയായും പ്രതിരോധിക്കാനാവും. കാരണം ആഗോളവൽക്കരണ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായി എല്ലാ വ്യവസായങ്ങളും പ്രതിസന്ധിയിലാണ്. അതിൻ്റെ പെട്ടെന്ന് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിൽക്കാൻ ചെല്ലുന്ന സാധനത്തിന് വിലയില്ല, വാങ്ങാൻ ചെല്ലുന്ന സാധനത്തിന് വലിയ വില കൊടുക്കേണ്ടി വരുന്നു. അതുകൊണ്ട് വരുമാനവും ചെലവും തമ്മിൽ കൂട്ടിമുട്ടിക്കാനാകുന്നില്ല. ഇത്തരം പ്രതിസന്ധി തേയില വ്യവസായത്തിനകത്തുമുണ്ട്. പക്ഷേ ഒരു മെച്ചപ്പെട്ട കൂലി കൊടുക്കാനുള്ള ശേഷി ആ വ്യവസായത്തിലില്ല. അതുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെൻറ് തന്നെ മുൻകൈയെടുത്ത് മൂന്നാറിലെ തോട്ടം തൊഴിലാളികൾക്ക് 10 വർഷമായിട്ട് റേഷൻ ഫ്രീ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ പെൻഷൻ പദ്ധതി, ഈ പെൻഷനെല്ലാം അവരുടെ വീടുകളിൽ റിട്ടയറായി ഒക്കെ ഇരിക്കുന്ന ആളുകൾക്ക് പെൻഷൻ കിട്ടുന്നതും അതിൻ്റെ ഭാഗമായിട്ടാണ്. അത്തരത്തിലാണ് ആ പ്രശ്നങ്ങൾക്കെല്ലാം നമുക്ക് പരിഹാരം കാണാൻ കഴിയുള്ളൂ. LDF ഗവൺമെൻറ് 3400 പേർക്ക് ഭൂമി കൊടുക്കുകയും ആ ഭൂമിയിൽ ലൈഫ് പദ്ധതി പ്രകാരം വീട് വെക്കുന്നതിനുള്ള 4 ലക്ഷം രൂപ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും വീട് കിട്ടാത്ത ആളുകളുണ്ട്. അത് ഫ്ലാറ്റ് പണിത് ആ ഫ്ലാറ്റ് തൊഴിലാളികൾക്ക് കൊടുത്ത് അവരുടെ പാർപ്പിട പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് കണ്ടിട്ടുള്ളത്. ആ ആവശ്യം ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്.
അത് ആ നിലയിൽ പരിഹരിക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ മറ്റ് തോട്ടങ്ങളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട ലയങ്ങളും അതുപോലെ തന്നെ നിയമാനുസരണമുള്ള കൂലിയെല്ലാം കൊടുത്തു പോകുന്ന ഒരു മാനേജ്മെൻറ്റാണ് ഇപ്പോൾ കണ്ണൻദേവൻ കമ്പനി, അതുപോലെ തന്നെ തലയാർ കമ്പനിയും അതുപോലെ കൊടുത്തു പോകുന്നുണ്ട്. എന്നാൽ HML-നകത്ത് ചെറിയ ക്രൈസിസും പ്രശ്നങ്ങളും ഉണ്ട്. കേരളത്തിലെ തോട്ടം മേഖലയിൽ തന്നെ വലിയ ക്രൈസിസ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവസാനമായി സാറ്, സമയത്തിൻ്റെ കുറവുകൊണ്ടാണ്, സമയം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്, അവസാനമായി അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേവികുളം മണ്ഡലത്തിൻ്റെ സ്ഥാനാർത്ഥി ആയി മത്സരരംഗത്ത് വന്നാൽ CPM അതിനെ എങ്ങനെ കാണും? ഒരു കാര്യമായ ചലനമൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാരണം ഇതിനകത്ത് നിന്ന് CPIM പോലെയുള്ളൊരു പാർട്ടിക്കകത്ത് നിന്ന് 6500ഓളം വരുന്ന പാർട്ടി അംഗങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഭാഗമായിട്ടാണ് രാജേന്ദ്രനെ 3 ടൈം MLA ആക്കിയിരിക്കുന്നത്. ഇനി അദ്ദേഹം മരിക്കുന്നത് വരെ പെൻഷൻ കിട്ടും. അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് പെൻഷൻ കിട്ടും. 1,00,000 രൂപയുടെ കൂപ്പൺ സർക്കാർ കൊടുക്കും. ചികിത്സ കംപ്ലീറ്റ് ഫ്രീ ആണ്. യാത്ര കംപ്ലീറ്റ് ഫ്രീ ആണ്. ഈ ആനുകൂല്യങ്ങളെല്ലാം CPIM-നകത്ത് നിന്ന് നേടിയതിന് ശേഷം ഈ കഠിനാധ്വാനം ചെയ്ത ആളുകൾ എന്ന് പറയുന്നൊരു വർഗമാണ്, തൊഴിലാളി വർഗ്ഗമാണ്. ആ തൊഴിലാളി വർഗത്തെ വഞ്ചിച്ചു കൊണ്ടുപോയ ആളുകളെ എങ്ങനെയാണ് തൊഴിലാളികൾ നോക്കിക്കാണുന്നതെന്ന് നമുക്ക് തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കാണാം. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. സമയം കഴിഞ്ഞുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഇനി ഏറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്നുള്ളതുകൊണ്ട് സന്തോഷമുണ്ട്. ഇത്തരം കാര്യങ്ങളൊന്നും തുറന്ന് പറയാൻ വേണ്ടി മീഡിയത്തിലെത്തുകയും ഞങ്ങളോട് ഏറെ നേരം സംവദിക്കുകയും ചെയ്യുന്നതിന് നമസ്കാരം. തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. ഇനി എന്തെല്ലാം നമ്മൾ കാണണം, കേൾക്കണം? ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് ചേക്കേറുന്ന ആളുകൾ എന്തൊക്കെ പ്രതീക്ഷിച്ചും മോഹിച്ചുമായിരിക്കും പോകുന്നവർക്ക് ചില കാരണങ്ങൾ, അതുപോലെ തന്നെ ആ പാർട്ടിക്കാർക്കും ചില കാരണങ്ങളുണ്ടാവും പറയാൻ. ഏതായാലും ഇനിയും ഇത്തരത്തിലുള്ള ധാരാളം അപ്രതീക്ഷിത സംഭവങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം.